ഹലോ സ്റ്റുഡൻസ്, ഇതൊരു പൈത്തൺ മിനി സെഷനാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പൈത്തൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സും കാര്യങ്ങളൊന്നും പറഞ്ഞു തുടങ്ങുന്നില്ല, കാരണം അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം, ജനറൽ നോളജ് പോലെയാണ്. അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്ട്രിങ് ഫംഗ്ഷൻസ് എന്ന് തുടങ്ങാം. ആദ്യം ഞാൻ ഈ ഫംഗ്ഷൻസിൻ്റെ എന്താണ് ഇത് പെർഫോം ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് റൺ ചെയ്ത് കാണിക്കും. പൈത്തണിലുള്ള ഏകദേശം എല്ലാ ഫംഗ്ഷൻസും അതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ എന്തായിരിക്കും ഓപ്പറേഷൻ എന്നുള്ളത് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പറഞ്ഞു തുടങ്ങുമ്പോൾ ലോവർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്ന ഒരു സ്ട്രിങ്ങിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അതേപോലെ അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കി കഴിഞ്ഞാൽ കൗണ്ട്, വാല്യൂ, സ്റ്റാർട്ട്, എൻഡ്. ഇതിനകത്ത് സ്റ്റാർട്ട്, എൻഡ് ഞങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് മൊത്തം സ്ട്രിങ് കൺസിഡർ ചെയ്യും. വാല്യൂ, ഞങ്ങളിപ്പോൾ ഒരു വാല്യൂ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാല്യൂ എത്ര പ്രാവശ്യം ആ സ്ട്രിങ്ങിൽ ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൗണ്ട് ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. പിന്നെ വരുന്ന ഇൻഡെക്സിൻ്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ വാല്യൂ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്. അപ്പോൾ സ്റ്റാർട്ടും എൻഡും ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഞങ്ങൾ വാല്യൂ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. ഫൈൻഡും ഇൻഡെക്സും തമ്മിൽ വലിയ വ്യത്യാസമില്ല, കാരണം രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് കൊടുത്ത വാല്യൂയുടെ ഇൻഡെക്സ് പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എൻറ്റർ ചെയ്ത വാല്യൂ അഥവാ ആ സ്ട്രിങ്ങിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് വാല്യൂ എററാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂ എററിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഫൈൻഡ് ഫംഗ്ഷൻ അവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഞങ്ങൾ കൊടുത്ത വാല്യൂ അവിടെ പ്രസൻറ്റ് അല്ല എങ്കിൽ ഞങ്ങൾക്ക് -1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു എറർ അവോയ്ഡ് ചെയ്യാം. റീപ്ലേസ് എന്ന് പറയുമ്പോൾ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സിൻടാക്സ് നോക്കുമ്പോൾ ഓൾഡ്, ന്യൂ, കൗണ്ട്. ഓൾഡ് അതായത് ഞങ്ങൾക്ക് ഏത് ലെറ്റർ ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് അവിടെ. റീപ്ലേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ്, ന്യൂ, കൗണ്ടാണ്. അതായത് ഞങ്ങൾക്ക് ഏത് ക്യാരക്ടറാണോ റീപ്ലേസ് ചെയ്യേണ്ടത് അത് ഓൾഡ്, ഏത് ലേക്കാണോ ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അത് ന്യൂ. പിന്നെ കൗണ്ട് എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടേഴ്സ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആ സ്ട്രിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കാം. അപ്പോൾ ഞങ്ങൾ കൗണ്ട് അവിടെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സ് മാറ്റണം എന്ന് ഞങ്ങൾക്ക് മാറ്റാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചെയ്ത് കാണിക്കാം, എന്നാലും പറയാനൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഞങ്ങൾ ഓൾഡ് വാല്യൂ അഥവാ ആൽഫബറ്റ് എ ആണെന്ന് കൂട്ടിക്കും, ന്യൂ ആൽഫബറ്റ് ബി ആണെന്ന് കൂട്ടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് തന്ന സ്ട്രിങ്ങിൽ ഒരു 7 എ ലെറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് 3 മാത്രമേ ഞങ്ങൾക്ക് ബിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടൂ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡിനെ എ എന്നും അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡിനെ എ എന്നും ന്യൂവിനെ ബി എന്നും കൗണ്ട് 3 എന്നും കൊടുക്കും. അപ്പം ഞങ്ങൾക്ക് 3 എ ലെറ്റേഴ്സ് മാത്രം ബിയിലേക്ക് കൺവേർട്ട് ആവും. ഇനി സ്വാപ്പ് കേസ് എന്ന് പറയുമ്പോൾ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്പർ കേസിനെ ലോവർ കേസിലേക്കും ലോവർ കേസിനെ അപ്പർ കേസിലേക്കും കൺവേർട്ട് ചെയ്യും. പിന്നെ ഈസ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊടുത്ത സ്ട്രിങ് ഫുള്ളി നമ്പേഴ്സ് മാത്രമാണെങ്കിൽ ഈസ് ഡിജിറ്റ് ട്രൂ ആവുള്ളൂ. അഥവാ അതിൽ ഏതെങ്കിലും 1-2 ആൽഫബറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുക. ക്യാപിറ്റലൈസ് എന്ന പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെയും ഞങ്ങൾ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലാക്കി ബാക്കി ഒക്കെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഇത് റൺ ചെയ്ത് കാണിക്കാം.